ഒറ്റ ഒരു രാശിക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇതുപോലെ 12 രാശിക്കാർക്കും ഉണ്ട്. അപ്പം അതിൽ ഏത് ഗ്രഹങ്ങളാണ് അവരുടെ വിധിയെ മാറ്റി കൊണ്ടുപോകുന്നത്, വഴഞ്ഞു തിരിഞ്ഞു കൊണ്ടുപോകുന്നത്, ഏത് കാലം വരയ്ക്കും ഈ ദിശാകാലം, അത് കഴിഞ്ഞിട്ട് മറ്റേ ദിശാകാലം വരുന്നത്, ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പം ഇവർ ആ സമയം നോക്കി ഇപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്ന ജോലി എന്താണ്, നമ്മുടെ വിധി എന്താണ്, എന്തിനു വേണ്ടി ഭൂമിയിൽ വന്ന് എത്ര വർഷം നമ്മളിവിടെ ഇരിക്കുമ്പം ആരൊക്കെ കൂടെ നമ്മളോട് ജീവിക്കും, ഇതുപോലെ ചില വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നന്നായിട്ട് പോകും. ഒന്ന് തലയിൽ എയിം ചെയ്യുകയാണ്, നമ്മൾ ഇങ്ങനെ പോകണം, ഇങ്ങനെ കല്യാണം കഴിക്കണം, ഇങ്ങനെ സ്വത്ത് വാങ്ങണം, ഇതുപോലെ അവർ തീരുമാനിച്ചാലും അവരുടെ വിധി ഏത് സമയത്തിലാണ് ഇത് തിരിഞ്ഞു വഴഞ്ഞു പോകുന്നത്, ഇതിനു വേണ്ടി കൊടുക്കപ്പെട്ടിരിക്കുന്ന സമയം ഏതാണ്, ഇതുപോലുള്ള ചില സമയങ്ങൾ അവർ അറിഞ്ഞില്ലെങ്കിൽ അവരതിൽ കുരുങ്ങും. ഓരോ മനുഷ്യർക്കും ഭൂമിയിൽ ഓരോ വഴിയുണ്ട്, എങ്ങനെ ജീവിക്കണമെന്ന് ഒരു വഴിയുണ്ട്. അത് ഈ ഭൂമിയിൽ വരുന്നതെല്ലാം നക്ഷത്രങ്ങളാണ് ഭൂമിയിലെ വരുന്നത്. 27 നക്ഷത്രങ്ങൾ ഭൂമിയിൽ വരും. ഈ നക്ഷത്രങ്ങളെല്ലാം 12 വാതിലിൽ കൂടി വരും. 12 വാതിലും 12 രാശികളാണ്. ഈ 12 വാതിലുകളായി വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വരുമ്പം ഏത് വഴിയിലാണ് നമ്മൾ പോകേണ്ടത്, നമ്മൾ പോകേണ്ട വഴി ഏതാണ് എന്ന് നമ്മുടെ ജാതകത്തിൽ അവിടെ കുറിച്ച് വച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്ന നേരത്ത് ഏത് നക്ഷത്രത്തിൽ ജനിക്കുന്നു എന്നും ഒരു ദിവസത്തിൽ ഏത് സമയത്തിൽ ജനിക്കുന്നു എന്നും വേർപെടുത്തി വച്ചിട്ടുണ്ട്. ഒരു നക്ഷത്രത്തിൽ ജനിക്കുന്നത് രാശിയാണ്, ഒരു ലഗ്നത്തിൽ ജനിക്കുന്നത് ആ ദിവസം ഏത് സമയത്തിൽ നമ്മൾ ജനിക്കുന്നുവോ അത് ഒരു ലഗ്നമായി മാറും. ഈ ലഗ്നം കൊണ്ട് നമ്മൾ വിധിയെ തീരുമാനിക്കാം. എങ്ങനെ തീരുമാനിക്കും? ഒരു രാശി മേടരാശിയാണ്. ഈ മേടരാശി സ്പിരിച്വൽ രാശിയിലാണോ നമ്മൾ പോകേണ്ടത്, സ്പിരിച്വൽ വഴിയിലാണോ പോകേണ്ടത്, അല്ലാതെ ഈ ലോകത്തിലിരിക്കുന്ന രാഷ്ട്രീയം, കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വഴിയിലാണോ പോകേണ്ടത്, അത് അല്ലാതെ നമ്മൾ ബിസിനസ് നോക്കിയാണോ ജോലി നോക്കിയാണോ പോകേണ്ടത്? ഇങ്ങനെ ഒരു 3 വഴിയുണ്ട്. ഒന്ന് മെറ്റീരിയലായിട്ട് അതിൻ്റെ പുറകെ പോവാനും, ഒന്ന് രാഷ്ട്രീയമായിട്ട് അതിൻ്റെ പുറകെ പോവാനും, ഒന്ന് സ്പിരിച്വലായിട്ട് ദൈവത്തിൻ്റെ പുറകെ പോകാനുമായിട്ട് 3 വഴിയുണ്ട്. ഈ 3 വഴി എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് സരലഗ്നം എന്ന് പറയും. അതാ മേടരാശിയായാലും, മേടം സരരാശിയാണ്, മേടത്തിൽ ലഗ്നമോ അല്ലെങ്കിൽ കർക്കിടകത്തിൽ ലഗ്നമോ തുലാത്തിൽ ലഗ്നമോ അത് അല്ലാതെ നമുക്ക് മകരത്തിൽ ലഗ്നം വന്നാൽ ഇവരെല്ലാവരും ജോലി നോക്കി പോകേണ്ടവരാണ്. ജോലി ബിസിനസ് നോക്കി ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഭൂമിയിൽ ജനിച്ചിരിക്കുകയാണ്. ഭൂമിയിൽ അതാണ് വിധി. ഇപ്പം പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഇല്ലല്ലോ എന്ന് നോക്കുമ്പം അത് സ്പിരിച്വൽ രാശിനകത്ത് ഉള്ള ഗുരു, ബുധൻ, അതിൻ്റെ കൂടെ ഇരിക്കുന്ന ശനി, കേതു, ഇതുപോലുള്ള ഗ്രഹങ്ങളുടെ ദിശ അത് അവരെ സ്പിരിച്വൽ നോക്കി കൊണ്ടുപോകും. ആ ലഗ്നത്തിൽ ഇത് ഇരുന്നാലും ഇത് സ്പിരിച്വലിൽ നോക്കി കൊണ്ടുപോകും. രാശിയിൽ ഗ്രഹങ്ങൾ കൂടെ ഇരുന്നാലും അവരെ സ്പിരിച്വൽ നോക്കി കൊണ്ടുപോകും. പക്ഷെ അവർ ജനിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ സമ്പാദിക്കണം എന്നാണ്. ഈ രാശികളിൽ ജനിച്ച് ഈ ലഗ്നങ്ങളിലും ജനിച്ച് ഇവർക്ക് ഈ സ്പിരിച്വൽ വന്നാൽ ഇവർ ഈ സ്പിരിച്വലെ സമ്പാദ്യത്തിന് വേണ്ടി പയൻപെടുത്തണം. അത് കുറ്റം അങ്ങനെ ഒന്നല്ല. അവർ ഇതിനെ ഇങ്ങനെ പയൻപെടുത്തണം, ഇങ്ങനെ അവരത് യൂസ് ചെയ്യണം എന്നാണ് ഈ വിധി. അത് കഴിഞ്ഞിട്ട് ഈ രാശിയാണ് ലഗ്നം, അത് ഇടമവോ അല്ലെങ്കിൽ ചിങ്ങമോ അല്ലത് വൃശ്ചികമോ അല്ലത് കുംഭമോ ഇത് ആയാൽ ഇത് രാഷ്ട്രീയക്കാരുടെ ലഗ്നമാണ്, രാഷ്ട്രീയമാവും. ഈ രാശി ഇതാണ്. ജനിച്ച രാശിയിലും അവർ ജീവിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ രാഷ്ട്രീയ വഴിയിലാണ് ജീവിക്കേണ്ടത്. കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, ജീവന് വേണ്ടി ജീവിക്കണം, സ്വന്തം ബന്ധത്തിന് വേണ്ടി ജീവിക്കണം,
ഇവർ സ്വന്തം ബന്ധത്തിന് വേണ്ടി അവരെ നന്നാക്കാൻ വേണ്ടി സമ്പാദിക്കുന്നതെല്ലാം അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. പക്ഷെ ഇവർക്കും സ്പിരിച്വൽ ഉണ്ടാകും. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗുരു, ശനി, ബുധൻ, കേതു ഈ ഗ്രഹങ്ങളുടെ ദിശ വരുവാണെങ്കിലും രാശിയിലോ ലഗ്നത്തിലോ ഈ ഗ്രഹങ്ങൾ കൂടെ ഉണ്ടെങ്കിലും ഇവർ ഈ രാഷ്ട്രീയമായാലും മതരാഷ്ട്രീയമായി മാറും. അതുപോലെ കുടുംബമായാലും കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പം ജാതി നോക്കും, നല്ലതുപോലെ ജാതി നോക്കും, ഈ പാരമ്പര്യമായിട്ട് വരുന്നതെല്ലാം നോക്കും. ഇങ്ങനെ നോക്കി ഇവർ ജീവിതം നടത്താൻ വേണ്ടി ജനിച്ചവരാണ്. അപ്പോൾ സ്പിരിച്വലും ഉണ്ട്. അവർ എന്തിന് ജനിച്ചെന്ന് വെച്ചാൽ ഈ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി, കുടുംബത്തിലുള്ളവർക്കായാലും ശരി, നാട്ടുകാർക്കായാലും ശരി, മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണ് ഈ സ്ഥിരലഗ്നങ്ങളിൽ ജനിച്ചവർ. മൂന്നാമത് ഒരെണ്ണം ഉണ്ട്. മൂന്നാമതെന്ന് വെച്ചാൽ മേടരാശിയിലാണ് പിറന്നിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ കേതുവോ അല്ലെങ്കിൽ ഗുരുവോ ആരെങ്കിലും ഉണ്ട്, ഒരു സ്പിരിച്വൽ ഉള്ളവരുണ്ട്. ഇങ്ങനെ ഉണ്ടായാൽ പക്ഷേ അവർക്ക് ലഗ്നങ്ങൾ മിഥുനമോ കന്നിയോ ധനുവോ അല്ലെങ്കിൽ മീനം, ഈ 4 ലഗ്നങ്ങളായാൽ ഇവർ സ്പിരിച്വൽ ജീവിക്കും. അവർ ജനിച്ചത് സമ്പാദ്യത്തിന് വേണ്ടി ജനിച്ചാലും അവർ അവസാനം അവർ സ്പിരിച്വലായി മാറും. അവർ നല്ലതുപോലെ സമ്പാദിച്ചിട്ട് പിന്നെ അവർ സ്പിരിച്വലായിട്ട് മാറും. അപ്പം അവർ പോകേണ്ട വഴി സ്പിരിച്വൽ വഴിയിലാണ് പോകേണ്ടത്. അവർ എങ്ങനെയെങ്കിലും എന്ത് സമ്പാദിച്ചാലും അവസാനമായിട്ട് അവർ പോകാനുള്ള സ്ഥലം സ്പിരിച്വൽ വഴിയാണ്. ഇപ്പോൾ ഒരു രാശിക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ഇതുപോലെ 12 രാശിക്കാർക്കും ഉണ്ട്. അപ്പം അതിൽ ഏത് ഗ്രഹങ്ങളാണ് അവരുടെ വിധിയെ മാറ്റി കൊണ്ടുപോകുന്നത്, വഴഞ്ഞു തിരിഞ്ഞു കൊണ്ടുപോകുന്നത്, ഏത് കാലം വരയ്ക്കും ഈ ദിശാകാലം, അത് കഴിഞ്ഞിട്ട് മറ്റേ ദിശാകാലം വരുന്നത്, ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഒറ്റയടിക്ക് പോകാൻ പറ്റത്തില്ല. ഒന്ന് തലയിൽ എയിം ചെയ്യുകയാണ്, നമ്മൾ ഇങ്ങനെ പോകണം, ഇങ്ങനെ കല്യാണം കഴിക്കണം, ഇങ്ങനെ സ്വത്ത് വാങ്ങണം, ഇതുപോലെ അവർ തീരുമാനിച്ചാലും അവരുടെ വിധി ഏത് സമയത്തിലാണ് ഇത് തിരിഞ്ഞു വഴഞ്ഞു പോകുന്നത്, ഇതിനു വേണ്ടി കൊടുക്കപ്പെട്ടിരിക്കുന്ന സമയം ഏതാണ്, ഇതുപോലുള്ള ചില സമയങ്ങൾ അവർ അറിഞ്ഞില്ലെങ്കിൽ അവരതിൽ കുരുങ്ങും. അവർ പുറത്തേക്കും പോകാൻ പറ്റത്തില്ല, അതിനകത്ത് ഇരിക്കാനും പറ്റത്തില്ല, പിന്നെ ഒരുപാട് കടങ്ങളും വരും, എങ്ങും പോകാതെ ആ കുഴിയിൽ അവർ വീഴും. അപ്പം ഇവർ ആ സമയം നോക്കി ഇപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്ന ജോലി എന്താണ്, നമ്മുടെ വിധി എന്താണ്, എന്തിനു വേണ്ടി ഭൂമിയിൽ വന്ന് എത്ര വർഷം നമ്മളിവിടെ ഇരിക്കുമ്പം ആരൊക്കെ കൂടെ നമ്മളോട് ജീവിക്കും, ഇതുപോലെ ചില വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നന്നായിട്ട് പോകും. ഇത് അറിയണം. ഇത്രയേ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. വീണ്ടും മറ്റു രാശികളിലുള്ളതെല്ലാം ഞാൻ പറയാം. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.